ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഷൻസുകൾ, അതുപോലെ കീവേഡ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റാത്ത, നിങ്ങളിപ്പോൾ അൽഗോരിതം ഫ്ലോ ചാർട്ടും ഒക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാണ് പലയിടത്തും നിങ്ങൾക്ക് വാരിയബിൾ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ വാരിയബിൾ എന്താണ്, എങ്ങനെയാണ് വാരിയബിൾ എഴുതുന്നത്, അതുപോലെ ഏതൊക്കെ ടൈപ്സ് വാരിയബിൾസ് ആണുള്ളത്, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് വാരിയബിൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാരിയബിൾ എന്താണ്? Variable are the named memory location where the values are stored. വാരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വാല്യൂസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻസുകളാണ് ഇത് പറയുന്നത് വാരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ആ വാല്യൂവിന് നമുക്ക് എന്ത് വേണം? ഒരു സ്ഥലത്തെടുത്ത് വെക്കണം. ആ സ്ഥലത്തിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. അതാണ് എന്ത് വാരിയബിൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോൾ കിട്ടി. ആ ബോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ബോക്സിലിട്ട് വെച്ചു. ആ ബോക്സിന് നിങ്ങളൊരു പേര് കൊടുത്തു എങ്കിൽ ആ ബോക്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ആ പേരിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാരിയബിൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ബോളാണ് എന്താ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് വാരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? വാരിയബിൾസ് ആർ ദ നെയ്മഡ് മെമ്മറി ലൊക്കേഷൻസ് വേർ ദ വാല്യൂസ് ആർ സ്റ്റോർഡ്. ഓക്കെ, ഇനി വാരിയബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആസ് ദ നെയിം സേസ്, വാരിയബിൾ വേരി ചെയ്യും എന്നാണ് അർത്ഥം. വാരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാരിയിങ് ആണ്. വാല്യൂസിന്, അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതാണ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. രണ്ട് ടൈപ്പ് വാരിയബിൾസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ന്യൂമറിക് വാരിയബിളും, രണ്ട് ആൽഫ ന്യൂമറിക് വാരിയബിളും. അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? ന്യൂമറിക് വാരിയബിളാണ്. എന്താണ് ന്യൂമറിക് വാരിയബിൾ? അതായത് ഒരു ന്യൂമറിക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യുക. ന്യൂമറിക് വാരിയബിൾ ക്യാൻ അസ്യൂം ന്യൂമറിക് വാല്യൂ. ന്യൂമറിക് വാല്യൂ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ 8, അതുപോലെ 3.14 എന്നൊക്കെ പറയുന്ന നമ്മുടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള വാല്യൂസുകളില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂമറിക് വാല്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ന്യൂമറിക് ആയിട്ടുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ന്യൂമറിക് വാരിയബിൾ. അപ്പോൾ നമ്മൾ വാരിയബിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ആൽഫബറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആൽഫബറ്റിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഡിജിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A, B, C, A2, B2 അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ന്യൂമറിക് വാരിയബിൾസിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് വാരിയബിൾസ് അഥവാ സ്ട്രിങ് വാരിയബിൾസ്. അപ്പോൾ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിങ് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേരെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ക്യാറ്റ് എന്ന് എഴുതി. ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ നെയിം അതായത് ഇപ്പോൾ അനു എന്ന് എഴുതിയാൽ എന്താണ്? അതൊരു സ്ട്രിങ് ആണ്. ആൻ എന്ന് എഴുതിയാൽ അതെന്താണ്? ഒരു സ്ട്രിങ് ആണ്. അതുപോലെ സ്ട്രിങ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാരിയബിളാണ് എന്ത്? സ്ട്രിങ് വാരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ് വാരിയബിൾ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഡോളർ സൈന് കണ്ടെയ്ൻ ചെയ്തിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് ബുക്ക് ഡോളർ ഈസ് ദ എക്സാമ്പിൾ ഓഫ് സ്ട്രിങ് വാരിയബിൾ. അതായത് സ്ട്രിങ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാരിയബിളാണ് സ്ട്രിങ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ന്യൂമറിക് വേഴ്സസ് സ്ട്രിങ് വാരിയബിൾ. രണ്ട് ടൈപ്സ് ഓഫ് വാരിയബിൾസ് ആണല്ലോ പറഞ്ഞു. അല്ല, സ്ട്രിങ് വാരിയബിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, സ്ട്രിങ് വാരിയബിൾ എപ്പോഴും ഡോളർ സൈൻ കണ്ടെയ്ൻ ചെയ്യുന്നു. എവിടെയാണ് ഉണ്ടാവുക വെച്ചാൽ എൻഡിൽ. അതായത് ഒരു സ്ട്രിങ് അത് സ്ട്രിങ് വാരിയബിൾ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ ഈ ഡോളർ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു വാരിയബിളിൻ്റെ എൻഡിൽ ഡോളർ സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതെന്താണ്? അതൊരു സ്ട്രിങ് വാരിയബിൾ ആണെന്ന് മനസ്സിലാക്കാം. എ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് വാരിയബിളും $, എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വാരിയബിളുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് വാരിയബിൾ നെയിംസ് ആർ
കേസ് ഇൻസെൻസിറ്റീവ്. അതായത് ക്യാപിറ്റൽ എ കൊടുത്താലും സ്മോൾ എ കൊടുത്താലും ക്യാപിറ്റൽ $S കൊടുത്താലും സ്മോൾ $S കൊടുത്താലും എന്താണ് സെയിം വാല്യൂസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സെയിം ആണ്, അതിനെ വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ഒന്നുമില്ല. ഏതാണെങ്കിലും ക്യാപിറ്റൽ കൊടുത്താലും സ്മോൾ കൊടുത്താലും എന്താണ് സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് വാരിയബിൾസ് എന്ന് പറയുന്നത് ഗ്ലോബലാണ്. ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ എവിടെ കൊടുത്താലും വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് ആ വാരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിൻ്റെ ഏത് ലൊക്കേഷനിൽ കൊടുത്താലും നമുക്ക് എന്താണ് എവരി വേർഡ് ഇൻ ദ പ്രോഗ്രാം, നമുക്ക് എവിടെ വേണമെങ്കിലും ആ വാരിയബിളിനെ കാണാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ന്യൂമറിക്കിൻ്റെ വാല്യൂസുകൾ. ന്യൂമറിക് വാല്യൂസ് എന്ന് പറയുന്നുണ്ട്. അതായത് ന്യൂമറിക് വാരിയബിൾസ് ആർ ഇനിഷ്യലി Z/0. അതായത് ഇപ്പം നമ്മൾ എന്ന് പറയുന്ന ഒരു വാല്യൂ അതൊരു ന്യൂമറിക് വാരിയബിളാണ്. സോ നമ്മൾ അതിനെ നമ്മൾ ഇനിഷ്യലി അതിൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ $1 ഉണ്ട്. $1 എന്ന് പറയുന്ന സ്ട്രിങ് വാരിയബിൾ. ഈ സ്ട്രിങ് വാരിയബിളിൻ്റെ എപ്പോഴും വാല്യൂ എന്താണ്, നൾ സ്ട്രിങ് ആയിരിക്കും. അതായത് ഇനിഷ്യലി വാല്യൂ എന്തായിരിക്കും, നൾ സ്ട്രിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ എന്താണ്, നമുക്കതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാല്യൂ അസൈൻ, ഇപ്പോൾ നമ്മൾ എക്ക് നമ്മൾ എന്ത് കൊടുത്തു, എയുടെ വാല്യൂ നമ്മൾ എന്താണ് A നമുക്ക് എന്ത് കൊടുക്കാം, 2 കൊടുക്കാം. അതുപോലെ $1 നമുക്ക് എന്ത് കൊടുക്കാം, ഈ പറഞ്ഞ പോലെ ക്യാറ്റ് എന്നോ എന്തെന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ക്യാറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ക്യാറ്റ് നമ്മൾ കൊടുത്തപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്തു. അതാണ് എന്ത് കഴിക്കുന്നത്, നമുക്ക് ഫസ്റ്റ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് എപ്പോഴും ഡിഫോൾട്ട് കണ്ടീഷനിലായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിയർ കമാൻഡ് ഉണ്ട്. അതായത് ക്ലിയർ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ എക്ക് 2ഉം $1 ക്യാറ്റും കൊടുത്തു കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ ക്ലിയർ കമാൻഡ് യൂസ് ചെയ്യുന്നത്, ക്ലിയർ കമാൻഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക്, അതായത് A=0, $1 നൾ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈവൻ ദ വാരിയബിൾ നെയിംസ് ക്യാൻ ബി ലോങ്. വാരിയബിളിൻ്റെ നെയിംസ് ലോങ് ആവാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു നല്ല വാരിയബിൾ എപ്പോഴും എന്തായിരിക്കും, ഷോർട്ട് നെയിംസ് ആയിരിക്കും. നമ്മൾ വലിയ വാരിയബിൾസ് നെയിംസ് കൂടുതലും യൂസ് ചെയ്യാറില്ല. സിമ്പിളായിട്ടുള്ള ABC, അതുപോലെ A1, B1, അതുപോലെ temp, അങ്ങനെയുള്ള സ്മോൾ നെയിംസ് മാത്രമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, വാരിയബിൾസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമ്മളൊരു വാരിയബിൾസിനെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാരിയബിൾ നമ്മൾ കൊടുക്കുമ്പോൾ, ഒരു വാരിയബിളിന് നമ്മൾ നെയിം കൊടുക്കുമ്പോൾ എന്തൊക്കെ റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വി ക്യാൻ യൂസ് വാരിയബിൾ നെയിംസ് ഡിജിറ്റ്സ് ആൻഡ് ആൽഫബറ്റ്സ്, ബട്ട് ഫസ്റ്റ് ഇറ്റ് മസ്റ്റ് ബി എൻ ആൽഫബറ്റ്. അതായത് ഒരു വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം, അതിൽ ഡിജിറ്റ്സും ആൽഫബറ്റ്സും ഒക്കെ ഉണ്ടാകുക. പക്ഷേ എന്തായിരിക്കാം, ബട്ട് ഇറ്റ് മസ്റ്റ് ബി ആൻ ആൽഫബറ്റ്. ആൽഫബറ്റ്സിലാണ് എന്ത് തുടങ്ങേണ്ടത്. അതായത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് 2 എന്ന് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വാരിയബിളിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം A2 ഈസ് എ variable. This is considering as variable, but 2 is not considering as a variable. എപ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് an alphabet ആണ്. അതുപോലെ തന്നെ സ്പേസ് അലൗ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ നമുക്ക് എന്ന് എഴുതിയിട്ട് നമ്മളൊരു സ്പേസ് ഇട്ടിട്ടാണ് 2 എന്ന് എഴുതുന്നതുണ്ടെങ്കിൽ അതൊരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, വാരിയബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. എപ്പോഴും എങ്ങനെ എഴുതണം, A2 ഇങ്ങനെ എഴുതിയാൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു വാരിയബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, ദെൻ കീവേഡ്സുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അതായത് നമ്മൾ പഠിച്ച CLS, അതുപോലെ തന്നെ ലെറ്റ്, പ്രിൻറ്റ്, അതുപോലെയുള്ള കീവേഡ്സുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വാരിയബിൾസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ സിമ്പിൾസുകളുണ്ട് അല്ലേ, നമ്മൾ പഠിച്ച മോഡ്, അതുപോലെ ഈക്വൽ ടു, അങ്ങനെയുള്ള സ്പെഷ്യൽ സിമ്പിൾസില്ലേ, അതൊന്നും എന്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ വാരിയബിൾസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഏത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, $സൈൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. കാരണം $സൈൻ നമ്മൾ സ്ട്രിങ് വാരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു എന്താണ് വാരിയബിൾസ് എന്ന്. വാരിയബിൾസ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് എന്താ, വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.